ലോക ജൈവ വൈവിധ്യ ദിനം ആചരിച്ചു. ജീവനം പദ്ധതിയും നീലേശ്വരം ഇന്നർവീൽ ക്ലബ്ബും ചേർന്ന് 500 കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിന് തുടക്കം കുറിച്ചു. ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് തേജസ്വിനി പുഴയോരത്ത് പരിസ്ഥിതി പ്രവർത്തകനും പ്രാദേശിക കാർഷിക ശാസ്ത്രജ്ഞനുമായ PV ദിവാകരൻ സ്വന്തമായി നടപ്പിലാക്കി വരുന്ന ജീവനം പദ്ധതിയും നീലേശ്വരം ഇന്നർ വീൽ ക്ലബ്ബും ചേർന്ന് 500 കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിന് തുടക്കം കുറിച്ചു. നീലേശ്വരം ഇന്നർ വീൽ ക്ലബ്ബ് പ്രസിഡന്റ് ബിന്ദു മുരളീധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം നഗരസഭാ വൈസ് ചെയർമാൻ PP മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു. മനുഷ്യനും പ്രകൃതിയും തമ്മിൽ എപ്പോഴും സംഘർഷവും ഏറ്റുമുട്ടലും വെട്ടിപ്പിടിക്കലും ഉണ്ടായിട്ടുണ്ട്. പ്രകൃതി ആരുടേതാണ്, ഭൂമി ആരുടേതാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഉയർന്നു ചെയ്യുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്നൊരു ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കാനുണ്ടായ ഒരു പാഠമാണ്. ഈ ഭൂമിയുടെ അവകാശി ആരാണ്? ഞാൻ എൻ്റെ 10-20 സെൻറ്റ് മതിൽ കെട്ടി തിരിച്ച് ഞാൻ കരുതുകയാണ് അത് എൻ്റെതാണ്. എന്നാൽ അതിനകത്ത് പാമ്പുകൾ താമസിക്കുന്നു. നീലേശ്വരം ഇന്നർ വീൽ ക്ലബ്ബ് പ്രസിഡന്റ് ബിന്ദു മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ഷീജ സ്വാഗതം പറഞ്ഞു. ജീവനം പദ്ധതിയിലെ പ്രവർത്തനങ്ങളെപ്പറ്റി ദിവാകരനും പരിസ്ഥിതി സംരക്ഷണ ആവശ്യകതയെക്കുറിച്ച് നെയ്തൽ പ്രസിഡന്റ് പ്രവീൺ കുമാറും സംസാരിച്ചു. നീലേശ്വരം നഗരസഭാ കൗൺസിലർമാരായ വിനയ രാജ്, റഫി കോട്ടപ്പുറം, ബിന്ദു സതീശൻ, ചാർട്ടർ പ്രസിഡന്റ് രമ കരുണാകരൻ, ഡോക്ടർ സുലേഖ രാമകൃഷ്ണൻ, AK രാമകൃഷ്ണൻ, K ദാമോദരൻ, ഉഷ ദാമോദരൻ, യമുന K നായർ, ഷീബ ശ്രീധരൻ, ശാന്തകുമാരി, ആനന്ദവല്ലി എന്നിവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി സലീല മോഹൻ നന്ദി പറഞ്ഞു. യോഗത്തിന് ശേഷം ദിവാകരൻ കടിഞ്ഞുമൂലയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഭാരവാഹികളും നാട്ടുകാരും ഇന്നർ വീൽ ക്ലബ്ബ് മെമ്പർമാരും ചേർന്ന് പുഴയോരത്ത് കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.